ഹായ്, ഞാൻ നിഷിത, ഡിജിറ്റൽ കോർഡിനേറ്റർ ആണ്. ഞാൻ ഈ ഒരു DMR പ്രോഗ്രാമിന് വരുന്നതിന് മുന്നേ ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് നെർവസ് ആവും. അവരോട് സംസാരിക്കാൻ പാടുണ്ടോ, ഞാൻ സംസാരിച്ചാൽ ശരിയാവുമോ, ഞാൻ അവരോട് സംസാരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ സൂമിലൊക്കെ മീറ്റിങ്ങിന് വരുമ്പോഴത്തേക്കും സാറ് വിളിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ക്യാമറ ഓഫ് ആവും. അത്രയും ആൾക്കാരെ ഫേസ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെ സംസാരിക്കും, അത് എൻ്റെ വലിയൊരു ടെൻഷനായിരുന്നു. ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് എൻ്റെതായ സ്പേസിൽ ഞാൻ മാത്രം ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീഡിയോസുകൾ. പക്ഷേ അതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യത്തില്ല. അത്ര ടെൻഷനുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആഡ് വീഡിയോസുകളൊക്കെ ഒരുപാട് ഓഫേഴ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. കാരണം ആൾക്കാരെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസുകൾ ചെയ്യണം, അത് എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഈ ഒരു DMR പ്രോഗ്രാമിന് വന്നതിന് ശേഷം എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? നമ്മൾ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളുടെ ഇഷ്ടത്തോടു കൂടി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അതിനാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഈ ഒരു DMR പ്രോഗ്രാമിലൂടെ തന്നെയാണ് കിട്ടിയത്. കാരണം ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് ശേഷം പോയി ആ ഒരു ആഡ് വീഡിയോയ്ക്ക് എഗ്രി ചെയ്യുകയാണ് ചെയ്തിരുന്നത്. കാരണം എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം എനിക്ക് ഒത്തിരി ആൾക്കാരെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ടിനൊക്കെ പോകാൻ സാധിച്ച്. അത് ഈ ഒരു DMR പ്രോഗ്രാമിലൂടെ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തോടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നത് ആ കാര്യം നിങ്ങൾക്ക് ഈ ഒരു DMR പ്രോഗ്രാമിലൂടെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു DMR പ്രോഗ്രാമിന് മെയ് 11-12 തീയതിയിൽ ഞാൻ അവിടെ ഉണ്ടാകും. അപ്പം നിങ്ങളും അവിടെ വരിക.